sorrow shall be turned into joy. Jesus is coming to heal your broken heart. My dear brothers and sisters, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെയും I welcome you all for this program. ഈ കാര്യപരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Today you may have so many problems with you and you may have come here watching this program. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതോട് ചേർന്ന് നിങ്ങൾ ഈ പരിപാടി കാണാനായി വന്നിരിക്കുന്നു. But Jesus said in Matthew 11:28, മത്തായിയുടെ സുവിശേഷം 11:28 യേശു കർത്താവ് പറഞ്ഞു, Come unto me all you who are weary and are heavy laden, and I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് യേശു പറഞ്ഞു. Today God's mighty presence is going to come into your midst. ഈ ദിവസം ദൈവത്തിന്റെ വല്ലഭത്വമുള്ള ശക്തി നിങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പോകുന്നു. He will take away all your burdens and worries from you and he will give you rest. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ മനോഭാരങ്ങളും എല്ലാ വേദനകളും എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥത ഈ ദിവസം നൽകും. When she was born, she was a premature baby. 1.5 months before she was born. അവൾ ജനിച്ചപ്പോൾ അവൾ 1.5 മാസം മുന്നാലെ ജനിച്ച കുഞ്ഞായിരുന്നു. She was kept in ICU. IC യൂണിറ്റിൽ സൂക്ഷിച്ചിരുന്നു. On the third day, the doctor said she was started bleeding. 3-ാം ദിവസം ഡോക്ടർമാർ പറഞ്ഞു അവൾക്ക് രക്തസ്രാവം തുടങ്ങിയിരിക്കുന്നു. She has got lungs are not developed properly. അവളുടെ ശ്വാസകോശം ശരിയായി പ്രവർത്തിക്കുന്നില്ല. And she has got respiratory distress. അവൾക്ക് ശ്വാസകോശ no hope at all. Immediately we wrote letter to brother Paul Dinagaran and we made a call. തൽക്ഷണത്തിൽ തന്നെ ഡോക്ടർ പോൾ ദിനകരൻ ഞങ്ങൾ കത്തെഴുതി വിളിക്കുകയും ചെയ്തു. The next day they said she started improving. അടുത്ത ദിവസം തുടങ്ങി അവൾക്ക് പുരോഗതി കണ്ടു തുടങ്ങി. 21 days she had a good fight with the strength of brother Paul Dinagaran and the prayer tower. ഡോക്ടർ പോൾ ദിനകരനും പ്രാർത്ഥനാ ഗോപുരത്തിലെ പടയാളികളും അടുത്ത 21 ദിവസം അവൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. So only we kept her name Mercy Karunya. അതുകൊണ്ട് She is alive. അവൾ ജീവിക്കുന്നു. She is alive. അവൾ ജീവിക്കുന്നു. Now she is taller than me. ഇപ്പോൾ അവൾക്ക് എന്നെക്കാൾ ഉയരമുണ്ട്. God listened to our prayers and saved her life. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് അവളുടെ ജീവനെ രക്ഷിച്ചു. We have a prayer answering Jesus. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന യേശുവുണ്ട്. How much our dear sister's heart would have been broken to see
her newborn baby dying before her eyes. പുതുതായി ജനിച്ച കുഞ്ഞ് അവളുടെ കൺമുന്നിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് എത്ര ദയനീയമാകുന്നു ഈ സഹോദരിയുടെ അവസ്ഥ. But she wrote to us. എന്നാൽ സഹോദരി ഞങ്ങൾക്ക് എഴുതി. We prayed. ഞങ്ങൾ പ്രാർത്ഥിച്ചു. The prayer warriors prayed in the prayer tower. പ്രാർത്ഥനാ ഗോപുരത്തിൽ പ്രാർത്ഥനാ പടയാളികൾ പ്രാർത്ഥിച്ചു. As soon as you wrote, God did a miracle here. Miracle in your life. Praise the Lord. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുവിൻ. അനേകരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് അത് നിമിത്തമാകും. ദയവായി നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുവിൻ. നിങ്ങൾ കത്തുകൾ അയക്കേണ്ട വിലാസം: യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, 72 രാജാജി റോഡ്, പാരീസ്, ചെന്നൈ 600001. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയുന്നതിനായി പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ ഡോക്ടർ പോൾ ദിനകരൻ കുടുംബസമേതം ഒരുങ്ങിയിരിക്കുന്നു. ഉടനടി ഞങ്ങൾക്ക് എഴുതുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ തുടർന്നു വരുന്ന സഹോദരി ഇവാഞ്ചലിൻ പോൾ ദിനകരന്റെ സന്ദേശം പ്രാർത്ഥനയോടെ ശ്രവിക്കുക. Today we are going to meditate upon the God of all comforts. സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവത്തെക്കുറിച്ച് ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നു. Can we read this verse 2 Corinthians 1:3? 2 കൊരിന്ത്യർക്ക് ലേഖനം 1:3 നമുക്ക് വായിക്കാമോ? മനസ്സല്ലുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. Here we see he is the father of our Lord Jesus Christ. ഇവിടെ നാം കാണുന്നതോ ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ് എന്നാണ്. Our Lord is the father of our Lord Jesus Christ. നമ്മുടെ ദൈവമോ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ് ആകുന്നു. He is the father of compassion. ദൈവം സർവ്വ ആശ്വാസത്തിന്റെയും ഉറവിടമാകുന്നു. And not only that, he is the God of all comfort. അതുമാത്രമല്ല സർവ്വ ആശ്വാസത്തിന്റെയും ഉറവിടവും ആകുന്നു. And this comfort flows to the believers of God. ഈ വിശ്വാസം ദൈവവിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്കാണ് പകരപ്പെടുന്നത്. And not only that, he comforts us and he equips us to comfort other people who are in trouble. മാത്രമല്ല ദൈവം നമുക്ക് ആശ്വാസം നൽകുകയും പ്രശ്നത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം നമ്മെ സജ്ജരാക്കുകയും ചെയ്യുന്നു. And now we are going to see how all he comforts us. എങ്ങനെയാണ് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാമോ? David says in Psalm 23:4, സങ്കീർത്തനം 23:4 വാക്യത്തിൽ ദാവീദ് പറയുന്നു, For you are with me, your rod and your staff, they comfort me. അങ്ങയുടെ കൂടെ ഇരിക്കുന്നുവല്ലോ, അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Usually the shepherds use these rods to count, for counting, for rescuing, for protecting and for guiding the sheep. സാധാരണഗതിയിൽ ആടുകളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന്, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിന്, അവരെ നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വടി, കോല് ഒക്കെ ആട്ടിടയന്മാർ ഉപയോഗിക്കുന്നത്. And in the same way, God uses this rod of correction for us to correct from our sins. അതുപോലെ തന്നെ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ തിരുത്തേണ്ടതിനായി ഗുണീകരണത്തിന് വേണ്ടി ദൈവം തന്റെ വടി നമ്മുടെ മേൽ ഉപയോഗിക്കുന്നു. That's why God made a covenant to David like this. അതുകൊണ്ടാണ് നമ്മോട് ദൈവം ഇന്ന് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നത്. He promises to maintain a special relationship with his descendants. തന്റെ അനന്തര തലമുറകളോട് ഒരു വിശേഷ ബന്ധം സ്ഥാപിക്കും എന്ന ദൈവം ഒരു ഉടമ്പടി നൽകിയിരിക്കുന്നു. If we see in 2 Samuel 7:14, 2 ശമൂവേൽ 7:14 നാം വായിക്കുന്നുവെങ്കിൽ, the Lord promises the King Solomon like this. ശലോമോൻ രാജാവിനോട് ദൈവം ഇങ്ങനെ ഒരു വാഗ്ദത്തം നൽകുന്നു. And he speaks to David like this. ദാവീദിനോട് ഇങ്ങനെയാണ് സംസാരിക്കപ്പെടുന്നത്. If your son Solomon commits iniquity, I will correct him with the rod of men. നിന്റെ മകൻ ശലോമോൻ കുറ്റം ചെയ്താലോ ഞാൻ അവരെ മനുഷ്യരുടെ വടികൊണ്ട് ശിക്ഷിക്കും. In the same way, he corrects us with the rod of correction. അതുപോലെ തന്നെ തിരുത്തലിന്റെ വടികൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ തിരുത്തുന്നു. Even we correct our children with the rod, isn't it? വടികൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നാം തിരുത്താറില്ലേ? Myself and my husband, we used to correct our children like that. ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വടികൊണ്ട് അങ്ങനെ തിരുത്താറുണ്ട്. We used to pet our children. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ താലോലിക്കും. But when they disobey us, എന്നാൽ അവർ ഞങ്ങളോട് അനുസരണക്കേട് കാണിച്ചാലോ they will get nice beating. അവർക്ക് നല്ല തല്ല് ഞങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. That's what Dr. Paul would also say this.
അത് തന്നെ ഡോക്ടർ പോളും എന്നോട് ചേർന്ന് സമ്മതിക്കും. He will say, my mother will all the time ask me to read the Bible and pray to God. അദ്ദേഹം പറയുന്നതോ എൻ്റെ മാതാവ് എപ്പോഴും എന്നോട് വേദപുസ്തകം വായിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. And he would say, oh, when my mother all the time says this, I was bored to hear that, and I will keep the cover of the Bible before me, and I will keep the storybook inside it, and I will going on reading it. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്, എപ്പോഴും വേദപുസ്തകം വായിക്കാൻ പറയുമ്പോൾ ഞാൻ മുഷിയാറുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ പുറം ചട്ട എടുത്തിട്ട് വേദപുസ്തകത്തിൻ്റെ പുസ്തകത്തെ ഉള്ളിൽ നിന്ന് മാറ്റി കഥാപുസ്തകം അകത്ത് വെച്ച് ഞാൻ അങ്ങനെ വായിക്കുക പതിവായിരുന്നു. But he would say, when one day my mother came from the back, എന്നാൽ ഒരു ദിവസം അമ്മ അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ വന്നപ്പോഴോ, when she found out that I am reading the storybook, ഒരു കഥാപുസ്തകമാണ് വേദപുസ്തകത്തിന്റെ ചട്ടക്കുള്ളിൽ വെച്ച് ഞാൻ വായിക്കുന്നതെന്ന് അമ്മ കണ്ടുപിടിച്ചപ്പോൾ I got nice blows on my head. എനിക്ക് എൻ്റെ തലയിൽ നല്ല ഞൊട്ടുകൾ അമ്മയിൽ നിന്ന് ലഭിച്ചു. In the same way, my dear brothers and sisters, അതുപോലെ തന്നെ പ്രിയ സഹോദരി സഹോദരന്മാരെ, God also uses his rod to correct us. ദൈവം തന്റെ വടി നമ്മെ തിരുത്തേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്നു. That's what the Bible says in Proverbs 29:15. അതാണ് സദൃശവാക്യം 29 അധ്യായം 15 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നത്. The rod of correction imparts wisdom, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. but a child left to himself bringeth his mother to shame. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനവും അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. If our loving Father, who is the Father of compassion, would not do this, നമ്മുടെ സ്നേഹനിധിയായ ദൈവം, മനസ്സലിവിടെ ദൈവം നമുക്കായി ഇത് ചെയ്യുകയില്ലേ? we will dishonor him. നാം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കും. We will bring bad name to him. ദൈവത്തിന് നാം മാനം കൊണ്ടുവരികയില്ല. He loves us as our own Father. നമ്മുടെ സ്വന്തം പിതാവായി എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. In the Old Testament we read that God loved the Israelites very much. പഴയ നിയമ വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നതോ ഇസ്രായേൽ മക്കളെ ദൈവം വളരെയധികം സ്നേഹിച്ചിരുന്നു. In 2 Corinthians 6:18 we see that. 2 കൊരിന്ത്യർക്ക് ലേഖനം 6 അധ്യായം 18 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. He said, I will be a father to you, ഞാൻ നിങ്ങൾക്ക് ഒരു പിതാവായിരിക്കും എന്ന് ദൈവം പറഞ്ഞു. and you will be my sons and daughters. നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. And again in Exodus 4:22 he says like this. പുറപ്പാട് പുസ്തകം 4:22 ദൈവം വീണ്ടും പറയുന്നതോ, Israel is my firstborn son. ഇസ്രായേൽ എന്നത് എൻ്റെ ആദ്യ ജാതൻ ആകുന്നു. And in Amos 3:2 he says like this. ആമോസ് 3:2 ഇപ്രകാരം ദൈവം പറയുന്നു, You only have I chosen of all the families of the earth. ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Therefore I will punish you for all your sins. അതുകൊണ്ട് നിന്റെ പാപങ്ങളെ ചൊല്ലി ഞാൻ നിന്നെ ശിക്ഷിക്കും. See, when the Israelites wandered in the wilderness, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ they didn't love God so much as he did. ദൈവം അവരെ സ്നേഹിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ദൈവത്തെ സ്നേഹിച്ചില്ല. They were murmuring for everything. എല്ലാ സംഗതികൾക്കും അവർ പിറുപിറുത്തുകൊണ്ടിരുന്നു. They said, we have no food, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരമില്ല, no water, ഞങ്ങൾക്ക് വെള്ളമില്ല, nothing in this desert. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്കൊന്നും ലഭ്യമല്ല. But still God provided them with food. എങ്കിലും ദൈവം അവർക്ക് ആവശ്യമായ ആഹാരം എല്ലാം നൽകി. He provided manna from heaven. സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. They had water in the wilderness. അവർക്ക് മരുഭൂമിയിൽ പാനജലം ലഭിച്ചു. They got everything free in that wilderness. ആ മരുഭൂമിയിൽ അവർക്ക് എല്ലാം സൗജന്യമായി ദൈവം നൽകി. In the same way, my dear brothers and sisters, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, when a man used to join in the army, ഒരു മനുഷ്യൻ പട്ടാളത്തിൽ ചേരാൻ തുടങ്ങുമ്പോൾ he will get a free suit. അവന് സൗജന്യമായി സൂട്ട് ലഭിക്കുന്നു. He will get a free boots, അവന് സൗജന്യമായി ബൂട്ട്സ് ലഭിക്കുന്നു. free hat, സൗജന്യമായി തൊപ്പി ലഭിക്കുന്നു. and free food. സൗജന്യമായി ആഹാരം ലഭിക്കുന്നു. Even they will have free house. മാത്രമല്ല സൗജന്യമായ ഭവന പാർപ്പിടമുണ്ട്. And they get all these amenities free from their country. അവരുടെ രാജ്യത്തിൽ നിന്നും ഈ സൗകര്യങ്ങളെല്ലാം സൗജന്യമായി അവർക്ക് ലഭ്യമാകുന്നു. Sometimes they may even pay their travel fee. ചില സന്ദർഭങ്ങളിൽ അവർക്ക് യാത്രപ്പൊടിയും സർക്കാർ നൽകാറുണ്ട്. The government pay wages to maintain their wife and children. അവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പരിരക്ഷിക്കേണ്ടതിന് വേണ്ടി അവർ അതിന് ചെലവ് നൽകുന്നു. But if however a war breaks out, എന്നാൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലോ, and the officer commands like this, ആ ഓഫീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലോ, next day you must come to the front. അടുത്ത ദിവസം തന്നെ മുൻനിരയിൽ നീ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ The soldiers cannot say any excuse.
പടയാളിക്ക് യാതൊരു വിട്ടുവീഴ്ചയും പറയാൻ കഴിയുകയില്ല. They may have dangers, അവർക്ക് ആപത്ത് നേരിട്ടേക്കാം, sufferings, കഷ്ടതകൾ ഉണ്ടായേക്കാം, even death can await them. ചിലപ്പോൾ മരണവും സംഭവിച്ചു വന്നിരിക്കാം. But they cannot say, oh, I'm not able to come there. എനിക്ക് ഇവിടേക്ക് വരാൻ കഴിയുകയില്ല എന്നൊരിക്കലും അവർക്ക് പറയുവാൻ സാധ്യമല്ല. The next day they have to be there. അടുത്ത ദിവസം തന്നെ അവരവിടെ എത്തിച്ചേർന്നേ മതിയാകൂ. The prices of these privileges is obedience to their government and to their officers. അവരുടെ ഓഫീസർമാരോടും അവരുടെ സർക്കാരിനോടും ഈ സൗജന്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ, ഈ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അതിന് അവർ വില കൊടുത്തേ മതിയാകൂ. In the same way, even if we are unfaithful to God, അതുപോലെ തന്നെ നാം ദൈവത്തോട് അവിശ്വസ്തത പുലർത്തിയാലും God provides us with everything. ദൈവം എല്ലാം നമുക്ക് നൽകുന്നു. So we cannot say, oh, we will not obey you. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുകയില്ല, ദൈവമേ ഞാൻ അങ്ങയെ അനുസരിക്കുകയില്ല എന്ന് പറയാൻ കഴിയുകയില്ല. We have to pay a price for that. ദൈവം നൽകുന്നതിന് പകരമായി നാം ഒരു വില കൊടുത്തേ മതിയാകൂ. Salvation is freely given to us. രക്ഷ നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നു. But we have to obey our captain of our salvation. എന്നാൽ നമ്മുടെ രക്ഷയുടെ കപ്പിത്താനെ നാം അനുസരിച്ചേ മതിയാകും. God loves us very much. ദൈവം നമ്മെ അധികമായി സ്നേഹിക്കുന്നു. He is the father of compassion. ദൈവം സർവ്വ ആശ്വാസത്തിന്റെയും ഉറവിടമാകുന്നു. And not only that, he is the God of all comfort. അതുമാത്രമല്ല സർവ്വ ആശ്വാസത്തിന്റെയും ഉറവിടവും ആകുന്നു. See, the Lord not only comforts us, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, but through us he comforts others who are in the same trouble. ഇതേ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന മറ്റനേകരെ നമ്മിലൂടെ ദൈവം ആശ്വസിപ്പിക്കുന്നു. Today you may come here with so many problems, ഇന്ന് നിങ്ങൾ ഇവിടെ ധാരാളം പ്രശ്നവുമായി വന്നു കാണും. or you may have fears in your heart. അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടായിരിക്കാം. But today God is going to remove everything and he is going to comfort you with all his comfort. ഇന്ന് എല്ലാ പ്രശ്നങ്ങളെയും കർത്താവ് മാറ്റി നിങ്ങൾക്ക് സർവ്വ ആശ്വാസം ദാനം ചെയ്യാൻ പോകുന്നു. Will he not do that for your family? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം അപ്രകാരം ചെയ്യുകയില്ലേ? Today, that's why he has brought you here. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. Shall we close our eyes and look up to God? നമ്മുടെ കണ്ണുകൾ അടച്ച ദൈവത്തെ നമുക്ക് നോക്കാമോ? Our loving Father, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, you put your love into your children, Master. യജമാനനെയും അങ്ങയുടെ സ്നേഹം അങ്ങ് അങ്ങയുടെ മക്കളിൽ വെച്ചിരിക്കുന്നുവല്ലോ. Put your Holy Spirit into them, Lord. കർത്താവേയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിൽ ആക്കണമേ. Fill them with your presence, Master. യജമാനനെയും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. And remove all their fear from their hearts, Lord. കർത്താവേ, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ ഭയത്തെയും എടുത്തു മാറ്റണമേ. Fear about their studies. അവരുടെ പഠനത്തെക്കുറിച്ചുള്ള ഭയം, Fear about their life. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, Fear about their future. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, Take it away, Master. യജമാനനെയും അതൊക്കെയും എടുത്തു മാറ്റണമേ. Let your Holy Spirit enter into them, Lord. കർത്താവേയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെ. Fill them and put your joy into them, Master. കർത്താവേ, അവരെ നിറച്ച് അങ്ങയുടെ സന്തോഷത്താൽ അവരെ വസിപ്പിക്കണമേ. Hallelujah. ഹല്ലേലൂയ. Thank you, Father. പിതാവേ, നന്ദി. You are doing that for your children, Master. യജമാനനെയും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് അത് ചെയ്യുന്നുവല്ലോ. Put your love and your power into them, Master. യജമാനനെയും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ ശക്തിയും അവരുടെ ഉള്ളിൽ വെക്കണമേ. Give them sound mind into them, Lord. കർത്താവേയും അവർക്ക് സുബോധമുള്ള മനസ്സ് നൽകണമേ. Thank you, Jesus, for blessing them, Master. യജമാനനെയും യേശുവേ, അങ്ങ് അവരെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. Lift them to greater heights, Lord. കർത്താവേയും ഉന്നതികളിലേക്ക് അവരെ ഉയർത്തണമേ. Lord, bless every young people who are listening this program, Master. കർത്താവേയും ഈ പരിപാടി കേൾക്കുന്ന കാണുന്ന എല്ലാ യുവതിവാക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. Lord, they must not have any failures in their life, Lord. കർത്താവേയും അവരുടെ ജീവിതങ്ങളിൽ അവർക്ക് ഒരു പരാജയവും നേരിടരുതേ. Give them success in their life, Master. യജമാനനെയും അവരുടെ ജീവിതത്തിൽ അങ്ങ് വിജയം നൽകണമേ. Let them enjoy your peace, Lord. കർത്താവേയും അങ്ങയുടെ സമാധാനം അവർ ആസ്വദിക്കട്ടെ. Remove all the difficulties in their life, Master. യജമാനനെയും അവരുടെ ജീവിതങ്ങളിലെ എല്ലാ പ്രയാസങ്ങളെയും അങ്ങ് എടുത്തു മാറ്റണമേ. Take away the obstructions, Master. യജമാനനെ തടസ്സങ്ങൾ നീക്കണമേ. And let your blessing
flow through them, Lord. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം അവരിലൂടെ പ്രവഹിക്കുവാൻ ഇടവരുത്തണമേ. Holy Spirit, enter into them, Lord. പരിശുദ്ധാത്മാവേ, അവരുടെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കണമേ. And bless your children, Master. യജമാനനെ, അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. Take away all their pains and worries from them, Master. യജമാനനെ, അവരുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും എല്ലാ വ്യാകുലതകളും എടുത്തു മാറ്റണമേ. Wherever the pain may be, let it disappear now. അവരുടെ ശരീരത്തിൽ വേദന എവിടെയായിരുന്നാലും അത് ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. Heal them, Master. യജമാനനെ സൗഖ്യമാക്കണമേ. Touch them and heal them, Lord. കർത്താവേ, അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. Lord, take away the wounds from their bodies, Master. കർത്താവേ, അവരുടെ ശരീരത്തിലെ എല്ലാ മുറിവുകളെയും അങ്ങ് മാറ്റണമേ. Every boils, let it disappear now. എല്ലാ മുഴകളും ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ. Remove it, Master. യജമാനനെ അതെടുത്തു മാറ്റണമേ. Lord, remove the fear from their hearts, Lord. കർത്താവേ, അവരുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ ഭയത്തെയും അങ്ങ് അകറ്റണമേ. Lord, touch their faces, Master. കർത്താവേ, അവരുടെ മുഖങ്ങളെ അങ്ങ് തൊടണമേ. Remove the pimples and the pains in their faces, Lord. അവരുടെ മുഖത്തുള്ള മുഖക്കുരുവും വേദനയും എല്ലാം എടുത്തകറ്റണമേ. Touch and heal their skins, Master. യജമാനനെ, അവരെ തൊട്ട് അവരുടെ ത്വക്കിന് സൗഖ്യം നൽകണമേ. Bless them, Lord. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. Let your healing touch come upon them, Master. യജമാനനെ, അങ്ങയുടെ രോഗശാന്തി ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. Lord, take away all the pains and diseases from their bodies, Lord. കർത്താവേ, അവരുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും അങ്ങ് എടുത്തു മാറ്റണമേ. Thank you, Father. പിതാവേ, അങ്ങേക്കും നന്ദി. Thank you for doing that, Master. യജമാനനെ, അങ്ങ് അത് ചെയ്യുന്നതിനാൽ നന്ദി. Fulfill all their heart's desires. അവരുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങ് നിറവേറ്റണമേ. Let them have a blessed life. കർത്താവേ, അനുഗ്രഹത്തിന്റെ ജീവിതം അവർക്ക് നൽകണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. Amen. ആമേൻ. Mr. Vijay Kumar Lambert from Calicut, Kerala, thank you for bringing blessings on millions of people through your offering for this program. ഈ പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടു ചെല്ലുവാൻ ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട സഹോദരൻ വിജയകുമാർ, നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. May the Lord bless you perfectly according to Psalm 29:11. സങ്കീർത്തനങ്ങൾ 29:11 പ്രകാരം ദൈവം നിങ്ങളെ സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. Lord, bless our brother Vijay Kumar, prosper his job. ദൈവമേ, പ്രിയപ്പെട്ട വിജയകുമാറിനെ അനുഗ്രഹിക്കണമേ. അദ്ദേഹം ജോലിയിൽ അനുഗ്രഹീതനാകട്ടെ. Bless Sister Jasmine with perfect health and blessings in the family. സഹോദരി ജാസ്മിന് സമ്പൂർണ്ണ ആരോഗ്യം നൽകണമേ. കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. Bless Catherine with very high marks and a golden future, Lord. ഉയർന്ന മാർക്കും ശോഭനമായ ഭാവിയും നൽകി കാതറീനെ അനുഗ്രഹിക്കണമേ. Bless dear mother Mrs. Sarojini with peace of mind. In Jesus' name, Amen. മനസമാധാനവും ആരോഗ്യവും നൽകി അമ്മയായ സരോജിനിയെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. Dear Akhil Mohan from Trivandrum, Kerala, a happy birthday. പ്രിയപ്പെട്ട അഖിൽ മോഹൻ, നിനക്കെന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. May God bless you according to Isaiah 33:16. യെശയ്യാവ് 33:16 പ്രകാരം ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നീ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ നിനക്ക് അഭയസ്ഥാനമായിരിക്കും. നിന്റെ അപ്പം നിനക്ക് കിട്ടും. നിനക്ക് വെള്ളം മുട്ടിപ്പോകുകയുമില്ല. Father, പിതാവേ, bless Akhil with very high marks in his +2, Lord. +2 പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നൽകി പ്രിയപ്പെട്ട അഖിലിനെ അനുഗ്രഹിക്കണമേ. Give him a golden future. അവനെ അനുഗ്രഹീതമായ ഭാവി നൽകണമേ. And bless Mr. Samuel Mohan Raj, the construction business, and dear Mrs. Chalaja Mohan with peace of mind and blessings in the family with good health. ദൈവമേ, പിതാവിന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അമ്മയ്ക്ക് നല്ല ആരോഗ്യവും മനസമാധാനവും നൽകണമേ. കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. And bless Anjana Mohan with great wisdom for her MBBS studies and a golden future. ദൈവിക ജ്ഞാനം നൽകി അഞ്ജന മോഹനെ അനുഗ്രഹിക്കണമേ. അവൾക്ക് അനുഗ്രഹീതമായ ഭാവി ജീവിതം നൽകണമേ. In Jesus' name, Amen. യേശുവിന്റെ നാമത്തിൽ ആമേൻ. Karunya University, the university which has groomed more than 150,000 students in the past 25 years of excellence in academics. The university which provides UG to PhD in the very same campus. The university which has a good record of campus placements in national and international companies. By God's grace and His blessing, I was blessed with 3 placements. One from Accenture, one from Infosys, and one from the IIL. The university whose vision and endeavor is to transform the students into educated,
cultured and capable agents of holistic transformation. There's no other place like Karunya. The university is situated in Coimbatore, near natural surrounding with vast campus and in-campus residential facilities for all students in modern amenities. Above all, the university, which continues to grow in enabling and helping the students to grow in the fear of God. This is Karunya University. Courses offered: Bachelor of Technology, BTech, full-time 4 years. Bachelor of Technology, BTech, lateral entry, full-time 3 years. Master of Technology, MTech, full-time 2 years. Other PG degree courses: Master of Science, MSc, integrated courses. Postgraduate Diploma, full-time 1 year. MPhil and PhD, full-time and part-time. Admissions open for 2012. There are 3 ways to obtain application forms: by post, write to the admissions officer along with a demand draft for ₹20 favoring the registrar, Karunya University, payable at Coimbatore. In person, collect from all Jesus Calls prayer centers, university campus and designated banks on payment of ₹20 only. Online e-application can be sent at www.karunya.edu. Address: The Admissions Officer, Karunya University, Karunya Nagar, Coimbatore 641114, Tamil Nadu, India. Phone +91 422 363636. Fax +91 422 2615 615. Toll free number 1800 425 4300. Email admissions@karunya.edu. For more details, visit our website www.karunya.edu. Come join the Karunya family. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന യേശു വിളിക്കുന്നു പങ്കാളികൾക്ക് ദിനകരൻ കുടുംബാംഗങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.